അയ്യേ ഫോൺ 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 ആ കോൾ പിന്നെ അറ്റൻഡ് ചെയ്യാം. ഇതുപോലൊരു സന്ദർഭം നമുക്ക് വേറെ കിട്ടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോളാ. ഒരാള് മരിക്കാൻ കിടക്കുക. ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വിളിക്കുക. ഹലോ ബ്ലഡ് ബ്ലഡോ? വേഗം ഡ്രസ് ക്ലീൻ ചെയ്തിട്ട് പോരാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഹലോ എത്ര കുപ്പി ബ്ലഡ് എന്നാ പറഞ്ഞേ? അടുക്കളയിൽ കാണാതായപ്പോ എനിക്ക് തോന്നി ചന്ദ്രമ്മ ഇവിടെ ഒന്ന് നിൽക്കുമായിരിക്കുമെന്ന്. ഒരു കാര്യമില്ലാതെയാ എന്നെ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത്. എപ്പോഴും കുത്തുവാക്കുകൾ പറയുമെങ്കിലും പരസ്യമായി ഇങ്ങനെ അതിഥികളുടെ മുന്നിൽ വെച്ച് ഇതിലും വലിയ അപമാനം ജീവിതത്തിൽ ഇനി ഉണ്ടാകാനുണ്ടോ? ഞാനല്ല, അവരാ ആ ജ്യൂസ് ആ മോളുടെ ദേഹത്ത് തട്ടിയിട്ടത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് രമാദേവിയുടെ പവർ കാണിക്കാൻ. ഇല്ലെങ്കിൽ അവരത് ചെയ്തിട്ട് എന്നെ അടിക്കോ? എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുട്ടികളെ ഓർത്ത. കുട്ടികളെ ഓർത്തോ? പാവം മഹിയും അർജുൻ സാറിനെ ഓർത്തിട്ട. ഡ്രൈവർ പയ്യൻ മഹി ഇപ്പോ കോളേജിലെ ഗസ്റ്റ് ലെക്ചർ കൂടിയാ. ചന്ദ്രമ്മ എന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാ. അങ്ങനെ ഒരാളെ മകനായി കിട്ടാനും സ്നേഹിക്കാനും സുഹൃതം ചെയ്യണം. അതൊക്കെ പോട്ടെ ചന്ദ്രമ്മ. ഞാൻ പഠിച്ച എനിക്കൊരു ജോലി കിട്ടട്ടെ, അന്ന് തീരും ചന്ദ്രമ്മയുടെ കഷ്ടകാലം. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ചന്ദ്രമ്മയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ ആർക്കും ഞാൻ ചന്ദ്രമ്മയെ വിട്ടുകൊടുക്കില്ല. ചന്ദ്രമ്മ ധൈര്യമായിട്ടിരിക്കെ. ചിന്നു, നീ ഇത് പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നല്. ചന്ദ്രമ്മ ഔട്ട് ഹൗസിലേക്ക് പൊക്കോ. അവിടെ പോയി കുറച്ചു നേരം വിശ്രമിക്ക. എന്തായാലും ഇന്നിവിടെ അതിഥികൾ പോകുന്നത് വരെ ചന്ദ്രമ്മയുടെ മുഖം കാണരുതെന്നല്ലേ രമാദേവി മാഡത്തിന്റെ കൽപ്പന. അതുകൊണ്ട് ചന്ദ്രമ്മ ഇവിടെ കണ്ടില്ലെങ്കിലും രമാദേവി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ചന്ദ്രമ്മ പോയി കുറച്ചു നേരം വിശ്രമിക്ക. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് ചെല്ല. ദക്ഷയും കൊണ്ട് അയാളിത് ഇങ്ങോട്ട് പോയത്? മുറിയിലേക്കായിരിക്കുമോ? കളിയഞ്ചിരിയായിട്ടാണല്ലോ പോയിരിക്കുന്നത്. നേരം കുറച്ചായിട്ടും അവര് തിരിച്ചു കാണുന്നില്ല.